കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോസിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന കുറേ ആപ്സ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ക്രേസി ആപ്പായി തോന്നിയതുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ വന്നത്. അതായത് നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ആരുടെയെങ്കിലും ഫോട്ടോസ് എന്തിൻ്റെങ്കിലും ഫോട്ടോസിനൊക്കെ നമുക്കൊരു വോബ്ലിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. ഒരു ക്രേസി ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ആപ്പ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്പിൻ്റെ പേര് ആൻഡ് വുബിൾ എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആൻഡ് വുബിൾ എന്ന് പറയുന്ന ഈ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടുന്ന് നമ്മൾ ഏത് ഫോട്ടോനാണോ ഈ ഒരു വൊബിൾ എഫക്റ്റ് കൊടുക്കേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യും. ക്യാമറയിൽ നിന്നാണെങ്കിൽ നമുക്ക് ക്യാമറ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ വൊബിൾ എഫക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ന്യൂ ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ ന്യൂ ഇമേജ് സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോയ്ക്കാണ് ആഡ് വൊബിൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ വൊബിൾ എഫക്റ്റ് കൊടുക്കുന്നത്. വൊബിൾ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ റൈറ്റ് സൈഡിലൊരു കോർണറിലായിട്ട് നമുക്കൊരു ആഡ് ചിഹ്നം കാണാം. ആ ഒരു സിമ്പിൾ യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഐക്കണെ സ്കെയിൽ ചെയ്തിട്ട് നമുക്കതിനെ ക്രോപ്പ് ചെയ്യാനും അതിൻ്റെ സൈസ് എല്ലാം ഓർഡർ ചെയ്യാനും ഏത് ഭാഗത്തിനാണോ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഫേസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ എത്ര വൊബിൾ എഫക്ട്സ് വേണമെങ്കിലും നമുക്ക് ഈ ഫോട്ടോനെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വൊബിൾ എഫക്റ്റ് ലോക്ക് ചെയ്യാനും ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കൊടുത്ത വൊബിൾ എഫക്റ്റ് ഓരോ ലെയർ മോഡിൽ കാണണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ലെയർ ആയിട്ട് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി ഈ ഫോട്ടോന് വന്നിട്ടുള്ള മാറ്റം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാം. വൊബിൾ എഫക്റ്റ് കൊടുത്ത സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് ആ ഫോട്ടോയിൽ വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് വാൾപേപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോസ്, ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഫോട്ടോ ഇനിയും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലിലുള്ള ആ ഒരു ടൂൾ ബാറിൽ പെൻസിലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് കൂടുതൽ എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വൊബിളിൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് നമുക്ക് വാൾപേപ്പർ ആക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റും. കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് വാൾപേപ്പറായി സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി സൈഡിലുള്ള സെറ്റിങ്സ് പോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആസ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാണ്. സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി കൊടുക്കുക. ഇപ്പോൾ വാൾപേപ്പർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാൾപേപ്പർ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൊബിൾ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഫോട്ടോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് ആപ്പാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.